സ്വപ്ന സുരേഷിനെ ജയിലിൽ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കഴമ്പില്ലെന്ന് ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ട്. ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് സ്വപ്ന തന്നെ പറഞ്ഞെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അഭിഭാഷകൻ നൽകിയ രേഖയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്ന് സ്വപ്ന പറഞ്ഞതായാണ് റിപ്പോർട്ട്. ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ട് ജയിൽ മേധാവി ഉടൻ സർക്കാരിന് കൈമാറും. വിശദാംശങ്ങൾ ഷഫീദ് റാവുത്തർ നൽകും. ഷഫീദ്, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സാഹചര്യം അല്ലെങ്കിൽ സ്വപ്നയുടേതെന്ന തരത്തിൽ ഉയർന്ന ഒരു പരാതിയിൽ കോടതി പോലും നടത്തിയ പരാമർശം അങ്ങനെ ഭീഷണിയുണ്ടെങ്കിൽ അത് ഗൗരവതരം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ജയിൽ ഡിഐജിയുടെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? സർക്കാർ നൽകുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? നിമി, ഈ സ്വർണ്ണക്കടത്ത് കേസിലെ ഉന്നതരുടെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ സ്വപ്ന സുരേഷിനെ ജയിലിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം പരാതിയായിരുന്നു സ്വപ്ന സുരേഷ് ജയിലിൽ ഉന്നയിച്ചത്, വക്കീൽ മുഖേന ജയിലിൽ ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജയിൽ DGP ജയിൽ DIGയെ ചുമതലപ്പെടുത്തിയത്. ജയിൽ DIG ജയിലിലെത്തി സന്ദർശിച്ചതും കൂടാതെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ജയിൽ DGPക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണം അതിൽ കഴമ്പില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, സ്വപ്ന സുരേഷിന്റെ ഈ പരാതിയുടെ രീതിയിൽ വന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നത് പ്രധാനമായും ഈ ജയിൽ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ പോലീസുകാരും എന്ന് തോന്നിപ്പിക്കുന്ന ചിലരാണ് ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു. എന്നാൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് സ്വപ്ന ജയിൽ DIGയോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, സ്വപ്നയോട് അഭിഭാഷകൻ നൽകിയ ചില രേഖകളിൽ ഒപ്പിട്ടു എന്നുള്ള കാര്യവും സ്വപ്ന കൂട്ടിച്ചേർത്തു. ഏതായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിവാദമടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അട്ടകുളങ്ങര വനിതാ ജയിലിൽ സ്വപ്നയെ ഇനിയും പാർപ്പിക്കുന്നത് അത് വലിയ തരത്തിൽ ഭീഷണി ഉണ്ടാകുന്ന കാര്യങ്ങൾ കസ്റ്റംസും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാണ് ജയിൽ വകുപ്പ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇപ്പോൾ ഈ റിപ്പോർട്ട് DGP കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അടിയന്തരമായി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. നിമി, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 24 2 വർഷത്തിന്റെ നിറവിൽ